നമ്മളിപ്പോൾ വന്നിട്ട് 2 ദിവസമായല്ലേ. 2 ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇന്നലെ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് രാത്രി എത്തിയപ്പോൾ ലേറ്റായി പോയി. അപ്പോൾ ഈ യാത്രയ്ക്കിടയിൽ തന്നെയാണ് എനിക്കൊരു മെസ്സേജ് വന്നത്. ദയവേ ഷാജിദയുടെ ലൈവ് വന്നിട്ടുണ്ട് കണ്ടോന്ന് ചോദിച്ചിട്ട്. ഞാൻ പറഞ്ഞു ഞാൻ കണ്ടില്ല. ഞാൻ അങ്ങനെ കാണാറില്ല. റാൻഡമായിട്ട് കാണുന്ന ലൈവുകളേ ഉള്ളൂ, അല്ലെങ്കിൽ റാൻഡമായിട്ട് കാണുന്ന വീഡിയോകളേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒന്ന് കണ്ടു നോക്ക്, കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചു എന്താപ്പാ ഇത് കാര്യം എന്ന് ചിന്തിച്ചിട്ട് നേരെ ലൈവ് കാണാൻ പോയി. എൻ്റെ പൊന്നോ, അങ്ങനെ ഒരു ലൈവ് വരുന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം രാവിലെ തന്നെ ഈ ഷെരീഫ് എന്ന് പറയുന്ന ഒരു മണ്ണാർക്കാടുകാരനുണ്ട്. ആൾ ദുബായിലായിരുന്നു. അപ്പോൾ ആളുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാവിലെയാണോ മെനഞ്ഞാന്നാണോ കണ്ടത് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് ഷെരീഫ് നാട്ടിലെത്തിയിട്ടുണ്ടെന്നും ഷാജിദയുടെ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്ത് കണ്ടു. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു മിക്കവാറും ഇവർ തമ്മിൽ കൂട്ടിമുട്ടാൻ ചാൻസ് ഉണ്ടെന്നുള്ളത്. വിചാരിച്ച പോലെ തന്നെ ഇന്നലെ ഷാജി ഷെരീഫിൻ്റെ വീട്ടിൽ ചെന്നു. എൻ്റെ പൊന്നോ, ആ ലൈവ് ഒന്ന് കാണണം. എനിക്കറിയില്ല ഇവരെന്തൊക്കെയാണ് ലൈവിൽ കൂടി വിളിച്ച് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും അവർക്കെതിരെ വീഡിയോ ചെയ്തത് കൊണ്ടല്ലേ അവർ വീട്ടിൽ കയറി ചെന്നെന്നൊക്കെ ചോദിക്കും. നാളെ ദേവിൻ്റെ വീട്ടിലേക്ക് അവർ കയറി വന്നാൽ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കും. പക്ഷേ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ പോലും ഇവരുടെ വീട്ടിൽ ചെന്നിട്ട് അവരുടെ വീടിനകത്ത് എന്ത് നടക്കുന്നതെന്നോ നോക്കി പറയാൻ പോയിട്ടില്ല, വിമർശിക്കാൻ പോയിട്ടില്ല. അവരവരുടെ യൂട്യൂബ് ചാനലിൽ വന്നിരുന്നിട്ട് അവരുടെ കുടുംബക്കാരെയും അവരുടെ ഉമ്മേനെയും അവരുടെ മറ്റുള്ള ബന്ധുക്കളെയൊക്കെ വിളിച്ചു പറയുന്ന അപരാധങ്ങൾ അത് കേട്ടിട്ട് അതിനെക്കുറിച്ച് വിമർശനങ്ങൾ പറയുകയാണ് എല്ലാ റിയാക്ഷൻ വ്ളോഗേഴ്സും ചെയ്തിട്ടുള്ളത്. ഈ ഷെരീഫിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഷെരീഫിൻ്റെ ഉമ്മേനെ കാണിക്കുന്നു ആ വീഡിയോയ്ക്കകത്ത്, ഉപ്പേനെ കാണിക്കുന്നു ആ വീഡിയോയ്ക്കകത്ത്, ഭാര്യനെ കാണിക്കുന്ന വീഡിയോയ്ക്കകത്ത്. ഒരു കുഞ്ഞു കുട്ടി ഉണ്ടായിരുന്നു, ആ കുട്ടീനെ വരെ വീഡിയോയിൽ കാണിച്ചിട്ട് ഇവരെന്തൊക്കെ പറയുന്നറിയോ? ശരിക്കും ഇവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വൈകാരിക വല്ലതുണ്ടോ ഞാൻ ചിന്തിച്ചു പോയത്. ഇപ്പോൾ ഷെരീഫ് അങ്ങനെ ചെയ്തെങ്കിൽ ഷെരീഫിനെ മാത്രമല്ലേ ബ്ലെയിം ചെയ്യേണ്ടത്? ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാൾ പോലും ഷാജിദേനെ അല്ലാതെ ഷാജിദയുടെ വീട്ടുകാരെക്കുറിച്ചോ അല്ലെങ്കിൽ ഷാജിദേനെ ഉപ്പേനെയോ ഉമ്മേനെയോ ഒരാളെയും മോശം പറയുന്നില്ല. ആ കുട്ടികളെ പോലും മോശം പറയുന്നില്ല. അവരെ മാത്രമാണ് പറയുന്നത്, അവരുടെ ചെയ്തികളെയാണ് വിമർശിക്കുന്നത്. ഇത് ആ വീട്ടിൽ ചെന്ന് കയറിയിട്ട് എന്തൊക്കെയാണ് ഇവർ കാണിച്ചു കൂട്ടുന്നത്? നമുക്കെന്തായാലും ആ വീഡിയോയുടെ കുറച്ച് ഭാഗം ഞാനൊന്ന് കേൾപ്പിക്കാം. അതിന് മുന്നേ ആയിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ. നമുക്ക് വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. നീ ആണുങ്ങളെ വിളിക്കും. നിനക്ക് തോന്നിയ പോലെ കണ്ട പെണ്ണുങ്ങളുടെ വീഡിയോ ഇടലാണ് നിന്റെ പണി. ഇവന് തോന്നിയ പോലെയാണ്, തോന്നിയ പോലെ. അത് നിന്റെ ദുബായില് നടന്നാൽ മതി, ഈ നാട്ടില് നടക്കില്ല. അന്റെ കിട്ടിയല്ലോ ഈ മണ്ണാർക്കാട്. അന്റെ അല്ലല്ലോ, അന്റെ നാടല്ലല്ലോ മണ്ണാർക്കാട്. ഇജ്ജും എല്ലാ പെണ്ണുങ്ങളെ കണ്ട പോലെ ഇജ്ജും എല്ലാ പെണ്ണുങ്ങളെ കളിക്കുമ്പോൾ എന്റെ അടുത്ത് കളിക്കണ്ട. എന്റെ അടുത്ത് കളിച്ചാൽ വിവരം അറിയും, വിവരം അറിയിക്കാൻ ആള് വരുന്നുണ്ട് മോനെ. നീ എന്താ വിചാരിച്ചു? നിനക്കുണ്ടല്ലോ കെട്ടിയോള് 2 കുട്ടികൾ, അവളുമാരുടെ നിനക്കെന്താണ് നഷ്ടം? നിന്റെ ഉപ്പാന്റെ പെങ്ങളെ നിന്റെ കെട്ടിയോളാണ് ഞാന്. നിന്റെ പെങ്ങളെ നിന്റെ കെട്ടിയോളാണെന്നാണ് നീ എന്റെ മേലെ തൊട്ട. നീ വിവരം അറിയുമാനെ, ജയിലിൽ പോയി കിടക്കേണ്ടി. ഈ പെണ്ണൊരുമ്പെട്ടാലെന്ന് കേട്ടിട്ടേ ഉള്ളൂ, പക്ഷെ ഇതെവിടെ കാണുകയാണ്. ഒരു സ്ത്രീ അവർ യൂട്യൂബിൽ വന്നിരുന്നിട്ട് വിളിച്ചു പറയുന്ന ഓരോ തോന്നിയവാസങ്ങൾ, അത് തെറി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ സ്വന്തം വീട്ടുകാരെക്കുറിച്ച് ആയിക്കോട്ടെ, അടുത്ത അയൽക്കാരെക്കുറിച്ച് ആയിക്കോട്ടെ, ഇങ്ങനെ പറയുന്ന തോന്നിയവാസങ്ങൾ വിമർശിക്കുന്ന ഒരാളുടെ വീട്ടിൽ ചെന്നിട്ട് ഇതിപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിച്ചതാണ്. നീ ധൈര്യം ഉണ്ടെങ്കിൽ നാട്ടിൽ വാടാ, ഓ എന്നാൽ വെല്ലുവിളി സ്വീകരിച്ചു, നേരെ നാട്ടിൽ വന്നു. നീ ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വാടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് വെല്ലുവിളി ഏറ്റെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി സംസാരിച്ച കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇതിനകത്ത് ഈ കുട്ടിയുടെയൊക്കെ ഫേസ് കാണിക്കാനുള്ള വിവരമില്ലായ്മ അത് ഷാജിദയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ അവരുടെ ഭാര്യനെ കാണിച്ചു, ഉമ്മേനെ കാണിച്ചു, ഉപ്പേനെ കാണിച്ചു, ഷെരീഫിനെ കാണിച്ചു. ഇതെല്ലാം ചെയ്തിട്ടും ആ കുട്ടീനെ കാണിച്ചത്, അതാണ് ഇവിടെ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. ഇത് വളരെ മോശമാണ്. കാരണം പിഞ്ചു കുഞ്ഞാണ്, എനിക്ക് തോന്നുന്നു 2-3 വയസ്സ് പ്രായമുള്ള ആ കുട്ടിക്ക്. അത്രയും പ്രായമുള്ള ഒരു കുട്ടീനെ പോലും ആ വീഡിയോയ്ക്കകത്ത് കാണിച്ചത് ഇത് അവൻ്റെ മോനാണ് അല്ലെങ്കിൽ മോളാണ് എന്ന് പറയാനുള്ള ആ ഒരു, എനിക്കത് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ അവരുടെ കുഞ്ഞുങ്ങളെ വീഡിയോയിൽ കാണിച്ചിട്ട് ആ കുട്ടികളുടെ മുന്നിൽ ഇരുന്നിട്ട് തെറി പറയുന്നതും, ആ കുട്ടികളുടെ മുന്നിൽ 5 മക്കളുണ്ടല്ലോ, ആ 5 മക്കളുടെ മുന്നിൽ അനാവശ്യങ്ങൾ പറയുന്നതും അതുപോലെയാണോ ബാക്കിയുള്ള കുട്ടികളെന്ന് വിചാരിച്ചോ? എന്നിട്ട് അവരെന്നെ അതിനെ ഗ്ലോറിഫൈ ചെയ്യുകയാണ്. എൻ്റെ കുട്ടികൾക്ക് നല്ലത് ഏതാണ് ചീത്ത ഏതാണെന്ന് അറിയാം, അതുകൊണ്ട് ഉമ്മ എന്തുകൊണ്ടാണ് ഇങ്ങനെ തെറി പറയുന്നതെന്ന് അവർക്കറിയാം, അവരത് ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കത്തില്ല. ശരിക്കും ഇത് വിവരമില്ലായ്മയല്ലേ? ഇനി ഞാനിതിങ്ങനെ പറയുമ്പോഴേക്കും ഞാനിപ്പോൾ ഷാജിദയുടെ വീഡിയോ ആണെങ്കിലോ അല്ലെങ്കിൽ രേണുസുധിയുടെ വീഡിയോ ആണെങ്കിലും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ സ്ത്രീകളെ വിമർശിക്കുമ്പോൾ അതിൻ്റെ താഴെ വന്ന് ഒരുത്തൻ സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്. രാജ് എന്തോ പേര് പറഞ്ഞിട്ട് സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്. നിനക്ക് നിൻ്റെ വീട്ടുകാരെ കുറിച്ച് പറഞ്ഞാൽ പൊള്ളില്ലടാ, മറ്റാണ് മറിച്ചാടാന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്യുന്നുണ്ട്.
ശരിക്കും ഇവൻ്റെ വീട്ടിലുള്ള ആൾക്കാർ ഇതുപോലെ ഇറങ്ങി പെരുമാറിക്കഴിഞ്ഞാൽ ഇവൻ കണ്ടുകൊണ്ടിരിക്കുമോ? അല്ല, എനിക്കറിയാത്തത് ഞാൻ ചോദിക്കുകയാണ്. അതിനകത്ത് ഫുള്ള് തെറിയാണ് അങ്ങോട്ട്. ഈ എന്താ പറയുക, എങ്ങനെയാണ് ഒരു വീട്ടിൽ പോയിട്ട് തെറിയൊക്കെ പറയാൻ പറ്റുന്നത്? എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ രാജ് എന്ന് പറഞ്ഞ അവൻ്റെ അസുഖം എന്താണെന്ന് എനിക്കറിയത്തില്ല. അവൻ സ്ഥിരമായിട്ട് ഈ രേണുവിനെ അല്ലെങ്കിലോ ഷാജിദേവനോ പറയുമ്പോൾ അതിൻ്റെ താഴെ വന്നിട്ടുള്ള കമൻറ്റുകളാണ്. നിനക്ക് ഉളുപ്പില്ലാതെ മറ്റവനെ മറിച്ചവനെ മാടയെ കോടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗ്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കുമായിരുന്നു. ഇപ്പം ഞാൻ അതിനെ എൻ്റെ വഴിക്കും വിടുകയാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ഇവരൊന്നും മറുപടി അർഹിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്, ഈ ഷാജിദ എന്ന് പറയുന്നത്, അവർക്ക് എന്തൊക്കെ, അവരിപ്പം ക്രീമിൻ്റെ ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റ് എന്തൊക്കെയോ ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുക. അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിടുന്നതിന് പകരം ലൈവിൽ വന്നിട്ട് ഓരോ കുടുംബ വിശേഷമല്ല, കുടുംബ പുരാണം. ഉമ്മ എങ്ങനെയാണ്, ഉപ്പ ഇങ്ങനെയാണ്, ഉപ്പേനെ ഉമ്മ നോക്കിയില്ല, അതാണ് ഇതാണ് അപ്പിടിയാണ് ഇപ്പിടിയാണ്, പെങ്ങന്മാരിങ്ങനെയാണ് എന്നിട്ട് ചോദിക്കുന്ന ചോദ്യം എന്താ? എൻ്റെ കുടുംബത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ കുടുംബമാണെങ്കിൽ നിങ്ങളുടെ വീട്ടിനകത്ത് നിർത്ത്. അത് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിക്കുന്നതുകൊണ്ടല്ലേ എന്നെപ്പോലുള്ള ആൾക്കാരെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ പറയും എന്നെ വെച്ച് റീച്ച് ഉണ്ടാക്കുന്നു. ആണ്, ഒരു സംശയം വേണ്ട. ഇവിടെ പുളിങ്കുഴി കിട്ടാൻ വേണ്ടിയല്ല വീഡിയോ ചെയ്യുന്നത്, റീച്ച് കിട്ടാൻ വേണ്ടി തന്നെയാണ്, ഒരു സംശയം വേണ്ട. അപ്പോൾ റീച്ചുള്ള കോണ്ടന്റ് ഞങ്ങളടുത്ത് ചെയ്യും. അത് ഷാജിദയാണെങ്കിൽ ഷാജിദ, രേണു ആണെങ്കിൽ രേണു, അതല്ല മറ്റൊരു സബ്ജക്റ്റ് വരുമ്പോൾ അത്. എല്ലാവരും റവന്യൂവിന് വേണ്ടി തന്നെയാണ് പണിയെടുക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന കൊള്ളരുതായ്മകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇനി ഞങ്ങൾ കാണിച്ചാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങൾ ചെയ്ത തെറ്റുകളെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത് വെച്ച് വിമർശിക്കാം. പക്ഷെ നിങ്ങളൊക്കെ ചെയ്യുന്നത് എന്താണ്? അതല്ല ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്നത്, അമ്മമാർ എന്നെ വെച്ച് കാശുണ്ടാക്കുന്നു, എന്നെ വെച്ച് റീച്ച് ഉണ്ടാക്കുന്നു. നിങ്ങളെ വെച്ച് റീച്ച് ഉണ്ടാക്കാൻ എന്താ ഉള്ളത്? ഒന്നുമല്ല. പക്ഷെ നിങ്ങളുടെ വീഡിയോ കാണാൻ, നിങ്ങളെ വിമർശിക്കുന്നത് കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അതെല്ലാം നിങ്ങളുടെ ഹേറ്റേഴ്സ് ആണെന്ന് ചിന്തിക്കണം. നിങ്ങളെല്ലാം പറയാറുണ്ട് എനിക്കൊരു സപ്പോർട്ടേഴ്സ് ഉണ്ട്, പക്ഷേ സപ്പോർട്ടേഴ്സിനേക്കാളും കൂടുതലുള്ള ഹേറ്റേഴ്സാണ്. അതുകൊണ്ടാണ് എന്നെപ്പോലുള്ള റിയാക്ഷൻ വ്ളോഗേഴ്സ് നിങ്ങളെ വിമർശിക്കുമ്പോൾ അതിൻ്റെ താഴെ ഞങ്ങൾക്ക് ഹെയ്റ്റ് കമൻസിനേക്കാളും കൂടുതൽ സപ്പോർട്ടിങ് കമൻറ്റ്സ് വരുന്നത്. ആ സപ്പോർട്ടിങ് കമൻറ്റ്സ് ചെയ്യുന്ന ആൾക്കാരെല്ലാം നിങ്ങളെ വിമർശിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളൊന്ന് മാറാൻ വേണ്ടി ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഒരു സമയത്ത് നിങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരിന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾ എങ്ങനെയെങ്കിലും മാറണം, നിങ്ങളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് മാറണം എന്നൊക്കെയാണ്. പക്ഷെ നിങ്ങൾ മാറാൻ തയ്യാറല്ല. നിങ്ങൾ എന്നും ഇങ്ങനെ പോവുള്ളൂ. മക്കളുടെ മുന്നിൽ വെച്ച് തെറി പറയുക, മക്കളുടെ മുന്നിൽ വെച്ച് വീട്ടുകാർ അനാവശ്യം പറയുക. അപ്പോൾ ഇയാളുടെ വീട്ടിൽ പോയിട്ട് ആ കുട്ടിയുടെ വീഡിയോ വരെ എടുത്ത് സോഷ്യൽ മീഡിയയ്ക്ക് ഇട്ട് കൊടുക്കുക. ആ വീട്ടിൽ പോയതൊന്നും ഞാൻ തെറ്റ് പറയുന്നില്ല. കാരണം അവന് ഇപ്പം നിങ്ങൾക്കിപ്പോൾ എന്നെ വിമർശിക്കാം, എന്നെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്നോട് നേരിട്ട് സംസാരിക്കാം. നിങ്ങളുടെ വിഷയം, നിങ്ങളുടെ പ്രശ്നം എന്താണ്, ഒരിക്കലും ദയവ് ചെയ്ത് ശരിയായില്ല, ഇങ്ങനെയാണ് എൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഞാൻ ചെയ്തത് തന്നെ വിമർശിക്കാം. ഒരു പ്രശ്നമില്ല, എന്നോട് പറയാം. പക്ഷേ എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ വീട്ടുകാരെ പറയുക, എൻ്റെ കുടുംബക്കാരെ പറയുക, എനിക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ പറയുക, അത് വളരെ മോശമായിപ്പോയി. അതുകൊണ്ട് കുട്ടീനെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് മാത്രമാണ് ഞാൻ നിങ്ങളുടെ സബ്ജക്റ്റ് വീണ്ടും എടുത്തത്. ഇല്ലെങ്കിൽ ഞാൻ എടുക്കില്ലായിരുന്നു. പക്ഷേ ആ കുട്ടീനെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് വളരെ തെറ്റായിപ്പോയി. അതില്ലെന്ന് പറയാൻ പറ്റില്ല. നിങ്ങളുടെ കുട്ടീനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാരെയോ ഒന്നും ഈ പറയുന്ന റിയാക്ഷൻ വ്ളോഗേഴ്സ് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളെയാണ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ ചെയ്തികളെയാണ്. പക്ഷെ നിങ്ങൾ ഒരു കാലവും മാറില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ഒരു ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തു, മണ്ണാർക്കാട് ഭാഗത്തോടെയാണല്ലോ. ആ ബൊട്ടിക്കിനകത്ത് നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളൊരു കസ്റ്റമർ വന്നിട്ട് ഒരു സാധനം മേടിക്കും തോന്നുന്നുണ്ടോ? നിങ്ങളുടെ സ്വഭാവം അറിഞ്ഞു വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സംസാര രീതി അറിഞ്ഞു വെച്ചിട്ട് ഒരു കസ്റ്റമർ വാങ്ങും തോന്നുന്നുണ്ടോ? ഇനി ആ കസ്റ്റമർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നിങ്ങൾ നിങ്ങളുടെ ലൈവിൽ കാണിക്കുന്ന അതേ സ്വഭാവമല്ലേ ആ കസ്റ്റമറോട് കാണിക്കത്തുള്ളൂ, അല്ലേ? അപ്പോൾ നിങ്ങൾ തന്നെ ഗ്ലോറിഫൈ ചെയ്യുന്നൊരു കാര്യമുണ്ട്, എനിക്ക് 5 കുട്ടികളെ വളർത്തണം, അതിന് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. 5 കുട്ടികളെ വളർത്തുന്നത് ലോകത്തെ ആദ്യത്തെ അമ്മ നിങ്ങളല്ല. 5 മക്കളെ വളർത്തുന്ന സിംഗിൾ മദറായിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അവരെ പോലെ ആവണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒന്ന് മാറാൻ തയ്യാറാവാമല്ലോ. ലൈവിൽ വന്നിട്ട് ലൈവിൽ ആരെങ്കിലും തെറി പറയുന്നുണ്ടോ? ഇപ്പം പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് ശ്രമിക്കും. ആരെങ്കിലും പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നോ? ആ കമൻറ്റ് സ്കിപ്പ് ചെയ്യ്. എന്തിനാ അവിടെ മറുപടി പറയാൻ പോകുന്നത്? ആ കമൻറ്റ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നം അവിടെ ഒഴിവാകുമല്ലോ. ഇതങ്ങനെയല്ല. ആരെങ്കിലും തെറി പറഞ്ഞാൽ അവൻ്റെ അപ്പനെ, അവൻ്റെ അമ്മേനെ, അവൻ്റെ മുത്തിയുടെ മുത്തിനെ ഒക്കെ വിളിച്ചിട്ടേ ഇവർക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അന്നേരം പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള കമൻറ്റുകൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കും. ഇതെന്തുകൊണ്ട് ഇവർക്ക് മനസ്സിലാവുന്നില്ലെന്ന് എനിക്കറിയില്ല. എനിക്ക് ആ ലൈവ് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെയുള്ള സ്ത്രീകളെ. ഒരു വീഡിയോയിൽ വന്ന് ഇങ്ങനെ സംസാരിച്ചതിൻ്റെ പേരിൽ അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ കുടുംബക്കാരെ മുഴുവൻ അധിക്ഷേപിച്ച് നാട്ടുകാരുടെ മുന്നിൽ മുഴുവൻ അവരെ നാണം കെടുത്തി. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ചെയ്ത ചെയ്തികളാണ് ആൾക്കാരെടുത്ത് വെച്ച് വിമർശിക്കുന്നത്. ഒന്നുകിൽ ആ വിമർശനം കേട്ടിട്ട് മനസ്സിലാക്കണം, ഞാൻ ചെയ്യുന്നത് തെറ്റാണോ, എൻ്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് തിരിച്ചറിയണം. അതല്ല ചെയ്യുന്നത്. ഇത് എന്നെ പഠിപ്പിക്കാൻ വരണ്ട, ഞാൻ പെർഫെക്റ്റ് ആണ് എന്ന് ചിന്തിച്ചാണ് പെരുമാറുന്നത്. പക്ഷെ അത് എന്തെങ്കിലും ഒരിക്കൽ പണി കിട്ടും, കിട്ടാതിരിക്കില്ല. ഏറ്റവും എനിക്ക് വിഷമം തോന്നുന്ന കാര്യം കുട്ടികളുടെ കാര്യം ഓർത്തിട്ടാണ്. കുട്ടികളെ മുന്നിൽ വെച്ചിട്ടാണ് ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് കാണിക്കുന്ന അതേ രീതിയാണ് നിങ്ങൾ ആ കുഞ്ഞിനോടും കാണിച്ചത്. ആ കുഞ്ഞിൻ്റെ മുഖം പുറത്ത് കാണിച്ചിട്ട് ആ തോന്നിവാസം കാണിച്ചത് അല്ലേ? നിങ്ങളുടെ മക്കളുടെ മുഖം നിങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയ്ക്ക് അകത്തിട്ട് കൊടുത്തത്. ഈ കുട്ടികൾ ആരെങ്കിലുമൊക്കെ, ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല ആരെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് പറയുന്നത്. പക്ഷേ അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളാണ് അതിന് വഴി വെച്ചത്. ആ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ?
അവർക്ക് ഇപ്പോൾ സ്കൂളിലായതുകൊണ്ട് ഓക്കെ, അവർക്ക് അറിയാൻ പാടില്ലാത്ത പ്രായമെന്ന് പറയാം. പക്ഷേ ഒരു കോളേജിലേക്ക് ആകുമ്പോഴേക്കും നിൻ്റെ ഉമ്മ ഇങ്ങനെയല്ലടാ, നിൻ്റെ ഉമ്മ അങ്ങനെയല്ലടാ എന്ന് ആൾക്കാർ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ അവൻ്റെ സഹപാഠികൾ ചോദിക്കുമ്പോൾ അവരെങ്ങനെയാണ് മുഖത്ത് നോക്കുക ആൾക്കാരുടെ? നിങ്ങളെന്താ അത് ചിന്തിക്കാത്തത്? ഈ ലൈവിൽ വന്ന അനാവശ്യങ്ങൾ പറയുന്നതും തെറി പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യപ്പാ, അല്ലെങ്കിൽ അവരെ ബ്ലോക്ക് ചെയ്ത് വിട്. എന്തിനാണ് ഇതിന് മറുപടി പറയാൻ പോകുന്നത്? വല്ലാത്ത തൊലിക്കെട്ടിയാണ്, സമ്മതിക്കാതിരിക്കാൻ വയ്യ. എനിവേ, ഷാജിദ ഷാജി എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇവർ എന്തെങ്കിലും മാറുമോ, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അതും കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ടുള്ളൂ. നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.